സ്വാഭാവികമായിട്ടുള്ള ഒരു പരിശോധനാ പൂർണ്ണതയുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ആ കാര്യവും സർക്കാരിന് പറയാവുന്നുള്ളൂ. ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു, ഇത് കോടതിയുടെ ഇടപെടൽ വരാത്ത രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നല്ലത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് മറ്റെന്തൊക്കെയോ ഇതിൻ്റെ അപ്പുറത്ത് നടക്കുന്നു. ഇപ്പം നേരത്തെ ഇവിടെ ഇപ്പോൾ ഇടതു നിരീക്ഷകനായ ജയേന്ദ്ര സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയത് ഒരു അമ്പരപ്പിലായിരുന്നു. അദ്ദേഹം ഇടതു നിരീക്ഷകരാണോ അതോ വലതു നിരീക്ഷകരാണോ എന്നുള്ള ലെവൽ. കാരണം ഈ ഒരു ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ വളരെ കൃത്യമായി അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു അമ്പരപ്പാടുണ്ടാവുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പിന്തുണ എവിടെ നിന്നെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ്, ആരിൽ നിന്നെല്ലാമാണ്. അതിപ്പോൾ ഈ സർക്കാരിൽ നിന്നൊരു വലിയൊരു വിഭാഗത്തിൽ നിന്നുണ്ടാവുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് പോലും ഇതിനകത്തൊരു നിലപാടെടുക്കാതിരിക്കുന്നു. ഇപ്പം ഇവിടെ നമ്മൾ ചോദിക്കുക, ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ്, കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അവരുടെയൊക്കെ സ്ഥലം മാറ്റം, അവരുടെയൊക്കെ ഡിമോട്ട് ചെയ്യുന്നത്, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ ഒരാളെ സുപ്രധാനമായ ചുമതലകൾ വഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരുപാട് കീഴ്വഴക്കങ്ങൾ, ഒരുപാട് പൂർവ്വചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ വഴി തീരാത്തത്, നോക്കാത്തത്? ഇപ്പോഴും ഷൊർണൂരിൽ ആ ഇരുമ്പ് ഫാക്ടറി ഉണ്ട്, വെട്ടുകത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ഫാക്ടറി. നമ്മൾ പണ്ട് തോമസ് ജേക്കബ് അദ്ദേഹം ആ വെട്ടുകത്തിയൊക്കെ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത പടമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഒരു ശാശ്വതമായ തീരുമാനം എടുക്കുന്നത് വരെ അങ്ങോട്ടെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്താത്തത്? ഇപ്പം ഇതൊക്കെയല്ലേ നമ്മുടെ സംശയങ്ങളുള്ളത്. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആ സർക്കാർ നേട്ടത് അത് മനുഷ്യാവകാശങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മനുഷ്യരെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ, അകാരണമായി മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോവുകയും അവരെ NIA കൈമാറുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ഭീകരത, പോലീസ് ഭീകരതകളിൽ നിന്നുള്ളൊരു മാറ്റം ഈ പുതിയ സർക്കാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതി മാറി, മറിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും പെരുദോഷം കൽപ്പിച്ച ഏറ്റവും വലിയൊരു വയലേറ്ററെ കുറെ കൂടി ശക്തമായ നിലയിലേക്ക്, കുറെ കൂടി പവർഫുള്ളായ നിലയിലേക്ക് കൊണ്ടുവരികയും അത് ഈ സർക്കാരിലും ഭരണത്തിലുമുള്ള ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു MLAക്ക് വരെ ബുദ്ധിമുട്ടുള്ളതായിട്ട്, ഇതിനകത്തൊരു അഗ്രീവ്ഡ് പാർട്ടി, ഇവിടുത്തെ ഒരു ഭരണകക്ഷിയുടെ MLA എന്ന് വരുമ്പോഴാണ് സാധാരണക്കാരുടെ സുരക്ഷിതത്വം, സാധാരണക്കാരുടെ അധികാരം, സാധാരണക്കാരുടെ മനുഷ്യാവകാശം, സാധാരണക്കാരുടെ നിലനിൽപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അപ്പം ഇവിടെയാണ് സർക്കാർ ഇതിനകത്തൊരു വ്യക്തത വരുത്തണം. സർക്കാർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയണം. അത് ഞങ്ങൾ ഇതിൽ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കും. കാരണം ഇലക്ഷന് മുമ്പ് സതീശൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ ഉപദ്രവിച്ച ആളുകളെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞതിൻ്റെ അതേ ആവേശത്തിൽ പ്രതിപക്ഷ ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കേണ്ട, പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിൽ അദ്ദേഹം സംസാരിക്കണം.